ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ വന്നിട്ട് കുറച്ച് കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 മുട്ടയൊക്കെ എടുത്ത് പുഴുങ്ങാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പാല് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. പാത്തു ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനിന്ന് മുട്ടക്കുറുമയാട്ടോ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരുംജീരകം പൊടിച്ചതും ഒരു കഷ്ണം പച്ചമുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട്. പിന്നെ ഒരറ്റി വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. വേറൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളക് ഒരു കുഞ്ഞ് സവോള കൊത്തി അരിഞ്ഞതും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം, ഒന്ന് വാടി വരണം കേട്ടോ. അപ്പോഴേക്കും മുട്ടയൊക്കെ ഇവിടെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. മുട്ടയുടെ തോടൊക്കെ കളഞ്ഞിട്ട് രണ്ടായിട്ടൊന്ന് കീറി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലാതെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് കൊടുത്താലും മതി. പിന്നെ മുട്ടക്കുറുമ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ കുറുമയിലൊക്കെ ചേർക്കുന്നത് പോലെ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങോ അതുപോലെ ക്യാരറ്റോ തക്കാളിയോ ബീൻസോ ഒക്കെ ചേർക്കാം. ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാതിരിക്കുന്നത്. അത് മുട്ട മാത്രമായിട്ട് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. നല്ലൊരു കളർഫുള്ളൊക്കെ ആയിരിക്കും കേട്ടോ വെജിറ്റബിൾസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ മുട്ട കീറി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ സവാള വാടിയപ്പോഴത്തേക്കും അരപ്പൊക്കെ ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഒരുപാടങ്ങ് തിളച്ച് പോകേണ്ട. ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മുട്ട കീറിയതും കൂടെ ഒക്കെ ഇട്ട് അടച്ചങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് കൂട്ടത്തിൽ കഴിക്കാൻ അപ്പമായിരുന്നു. അങ്ങനെ കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തു. മോളെ മദ്രസ ഉണ്ടായിരുന്നു. അങ്ങനെ മോളെ മദ്രസയൊക്കെ ഉണ്ടാക്കി വന്നതിന് ശേഷം ഇനി ഉച്ചക്കലത്തേക്ക് കറികളൊക്കെ വെക്കുകയാണ് കേട്ടോ. കുറച്ച് ചീരയും പച്ചക്കായ ഉണ്ടല്ലോ, അതും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ളൊരു തോരനും അതുപോലെ മോരുകറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.